വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാവർക്കും ടെക്കോളി രാമയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാത്രി കണ്ട പൊളിക്കും കേട്ടത് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ സംഭവം എന്ന് വെച്ചാൽ VR ഗ്ലാസ്, വിർച്വൽ റിയാലിറ്റി. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വേറെ ഒരു സ്ഥലത്ത് 360 ഡിഗ്രി ആയിട്ട് ആ സ്ഥലം ഫുള്ളും കാണാൻ പറ്റും. അപ്പോൾ അവിടെ സ്ഥലവും അവിടുത്തെ സൗണ്ടും കാര്യങ്ങളും എല്ലാം, അതായത് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ആ സ്ഥലത്തിന്റെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ചെറിയൊരു ഡെഫിനേഷൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം, ഈ വിർച്വൽ റിയാലിറ്റി ഗ്ലാസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പം വീഡിയോയിൽ പോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് വരുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ തെർമോക്കോള്, പിന്നെ തെർമോക്കോൾ കട്ടർ, പിന്നെ ഫെവിക്കോൾ, ടേപ്പ്, പിന്നെ സ്കെയില്, പിന്നെ 2 കോൺവെക്സ് ലെൻസ്. ഞാനടുത്ത കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെന്ത് എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്ററാണ്. 15 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ ഏതായാലും മതി, കുഴപ്പമില്ല. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മൾ ഈ തെർമോക്കോൾ കട്ട് ചെയ്യാണ്. തെർമോക്കോളിൻ്റെ ഈ ബ്രെഡ്ത്ത്, ഇത് ലെങ്ത്, ബ്രെഡ്ത്ത്, പിന്നെ അതിൻ്റെ തിക്നെസ്. ഈ തെർമോക്കോളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1.5 സെൻറ്റിമീറ്ററാണ്. 1.5 സെൻറ്റിമീറ്റർ. അതായത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 11 സെൻറ്റിമീറ്ററും ഈ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ് എടുത്തേക്കുന്നത്. ലെങ്ത് 20 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 11 സെൻറ്റിമീറ്റർ, പിന്നെ തിക്നെസ് 1.5 സെൻറ്റിമീറ്റർ. അതായത് നമ്മൾ ഈ VR വയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു ഏകദേശം ഒരു 3 തൊട്ട് 4 സെൻറ്റിമീറ്റർ 3 തൊട്ട് 4 സെൻറ്റിമീറ്റർ അകലത്തിലായിരിക്കണം അവിടുത്തെ ലെൻസ് വെക്കേണ്ടത്. ആ ലെൻസ് വെക്കേണ്ടത് 3 തൊട്ട് 4 സെൻറ്റിമീറ്റർ അകലത്തിലായിരിക്കണം ലെൻസ് വെക്കേണ്ടത്. ആ ലെൻസിൽ നിന്ന് നമ്മുടെ ഫോണുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തിൻ്റെ കൂടെ 0.9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ലെൻസും ഫോണ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. നമ്മളടുത്ത കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. കോൺവെക്സ് ലെൻസ്, ബൈകോൺവെക്സ് ലെൻസാണ്. ബൈകോൺവെക്സ് ലെൻസ് ഇത് കാട്ടിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം വെച്ചാൽ ഈ ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത, അതായത് 20 സെൻറ്റിമീറ്റർ ലെങ്തും 15 സെൻറ്റിമീറ്റർ വിഡ്ത്തും 1.5 സെൻറ്റിമീറ്റർ തിക്കായിട്ടുള്ള ഈ സംഭവം, ഈ തെർമോക്കോൾ പീസിൽ അതിൻ്റെ ഇവിടെ ഒരു ലൈൻ, ഈ പാർട്ടിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ച് അവിടെ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 3.5 സെൻറ്റിമീറ്ററും ഇങ്ങോട്ട് ഒരു 3.5 സെൻറ്റിമീറ്റർ, അതായത് ഫുൾ ടോട്ടൽ 7 സെൻറ്റിമീറ്റർ എടുക്കാം. എന്നിട്ട് 3.5 സെൻറ്റിമീറ്റർ കുത്തിക്കൊണ്ട് ഈ നമ്മൾ മേടിച്ച ലെൻസിൽ കാണാൻ പറ്റും അതിൻ്റെ ഡയമീറ്റർ 5 സെൻറ്റിമീറ്റർ. ആ 3.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പോയിന്റ് കുത്തിക്കൊണ്ട് ഡയമീറ്റർ 5 സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ റേഡിയസ് 2.5 ലെങ്ത് 2.5 കോമ്പസ് എടുത്തിട്ട് 2 സർക്കിൾ വരയ്ക്കണം. ഇവിടെയും വരയ്ക്കണം. അപ്പോൾ അവിടെ നമ്മുടെ ഈ ലെൻസ് ഫിറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണത്. അപ്പോൾ ബാക്കി അത് ചെയ്യാം. സെൻറ്റിമീറ്റർ പാതി 10 സെൻറ്റിമീറ്റർ കൂടെ, ഇവിടെ 10 സെൻറ്റിമീറ്റർ. ആ 10 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടം മുതൽ ഇങ്ങേറ്റം വരെ വരയ്ക്കാം. ഇവിടെയും കൂടെ മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് മാക്സിമം നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെയും കൂടെ ലൈൻ വരച്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ വരച്ച് ഇനി അടുത്തത് ഈ ഭാഗത്തിൻ്റെ, അതായത് ഈ 11 സെൻറ്റിമീറ്ററിൻ്റെ കറക്റ്റ് പാതി, 11 സെൻറ്റിമീറ്ററിൻ്റെ കറക്റ്റ് പാതി എന്ന് പറയുമ്പോൾ 5.5 മാർക്ക് ചെയ്തതിന് ശേഷം 5.5 മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3.5 സെൻറ്റിമീറ്റർ അങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 3.5 മാർക്ക് ചെയ്യണം. അതേപോലെ തന്നെ 3.5 ബാക്കി ഇങ്ങോട്ടൊരു 3.5 മാർക്ക് ചെയ്യണം. ടോട്ടൽ 7 സെൻറ്റിമീറ്റർ. ഓക്കെ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 2.5 റേഡിയസ് 2.5 കോമ്പസിൽ എടുക്കുക. ഈ ഭാഗത്ത് കോമ്പസ് കുത്തിക്കൊണ്ട് ആ 2.5 വരയ്ക്കുക. ഇവിടെയും 2.5 വരയ്ക്കണം. 2 2.5, ഇവിടെയും 2.5 വെച്ച് ഒരു സർക്കിൾ കിട്ടി, ഇവിടെയും 2.5 വെച്ച് ഒരു സർക്കിൾ കിട്ടി. ഈ 2 സർക്കിളും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. നമുക്കിപ്പോൾ കിട്ടിയ സർക്കിൾ ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണണമെങ്കിൽ ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ട് വരച്ചാൽ തരാം. 2 സൈഡിൽ സർക്കിൾ കിട്ടി. ഇനി ഇത് കൂടാതെ നമുക്കൊരു സംഭവം കൂടെ അറിയണം. അതായത് 2 കണ്ണായി, പിന്നെ നമ്മൾ മൂക്കും കൂടെ കയറിയിരിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു 1 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് ഒരു 1 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ മതി ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് അത് അപ്പോൾ അത്രയും കട്ട് ചെയ്തതാണ്. 1 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്ത് 1 സെൻറ്റിമീറ്റർ അവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ മുകളിലോട്ട് ഒരു 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. അപ്പോഴേ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം. കാരണം വെച്ചാൽ നമ്മുടെ മൂക്കിരിക്കാനുള്ള ഭാഗമില്ലേ, അപ്പോൾ ചിലപ്പോൾ ഈ ഡിസ്റ്റൻസിൽ
ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പം അത് ഈ 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒരു 1.5 സെൻറ്റിമീറ്റർ ഇവിടെയും അതേപോലെ തന്നെ 1.5 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് ഇവിടുത്തെ ഈ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് 3 സെൻറ്റിമീറ്റർ ആക്കി. ഇവിടുത്തെ ഈ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മളങ്ങ് 3 സെൻറ്റിമീറ്റർ ആക്കാൻ പോകുന്നു. എന്നിട്ട് ഈ ഭാഗവും കൂടെ കണക്ട് ചെയ്യുക. വരച്ച് ഇതും കൂടെ ജോയിൻ ചെയ്തിട്ട് ആ ലെൻസും ഫോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെൻസിൻ്റെ ഫോക്കൽ ലെൻത്തിൻ്റെ കൂടെ 0.9 മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതായത് ലെൻസിൻ്റെ ഫോക്കൽ ലെൻത്തിൻ്റെ 90% ആയിരിക്കണം ലെൻസും ഫോണും തമ്മിലുള്ള ഡിസ്റ്റൻസ്. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന തെർമോക്കോളിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 1.5 സെൻറ്റിമീറ്ററാണ്. അപ്പം മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് 13.5 വരണം. 13.5 15ൻ്റെ 90% എന്ന് പറയുന്നത് 13.5. ഇതേപോലുള്ള തെർമോക്കോളിൻ്റെ 9 പീസ് അടുപ്പിച്ച് ഒട്ടിച്ച് വെച്ചാൽ അതിനനുസരിച്ചുള്ള 13.5 ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കിട്ടും. അപ്പോൾ നമ്മൾ അത് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കാം. നമ്മളെടുത്ത ആ 9 പീസും ആ കണ്ണിൻ്റെ ഭാഗവും മൂക്കിൻ്റെ ഭാഗവും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാർട്ട് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ഈ കണ്ണ് വയ്ക്കുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റ്, അതായത് ഈ ഇത്രയും ഭാഗം നമുക്ക് വേണ്ട, ഇങ്ങനെ ഒരു തിക്നെസ് ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം ഇവിടെ വേണ്ട, ഇങ്ങനെ ഒരു ഭാഗം ഇവിടെ വേണ്ട. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അത് കളയുന്ന രീതിയിൽ ഇങ്ങനെ കറക്റ്റ് രണ്ടും ഒരേ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ നമ്മളിതിനകത്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് വയ്ക്കാനുള്ള ഈ ഒരെണ്ണത്തിന് മാത്രം ഈ നടുക്കത്തെ ഈ ഭാഗം വച്ചുകൊണ്ട് ബാക്കി എല്ലാത്തിൻ്റെ ആ ഭാഗം കട്ട് ചെയ്ത് പിന്നെ ഈ നമ്മൾ എല്ലാത്തിനും സെയിം ഡയമീറ്റർ സെയിം റേഡിയസ് വെച്ചല്ലേ സർക്കിൾ വെച്ചാൽ ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത സമയത്ത് ചെറുതായിട്ട് കൂടെ കയറ്റിയെടുത്തു, കുറച്ച് കൂട്ടി ഇവിടെ നടുക്കത്തെ അത് എല്ലാത്തിനെയും കട്ട് ചെയ്തതാണ്. ഈ വർണ്ണത്തിന് വെച്ച് ബാക്കി എല്ലാത്തിൻ്റെ നടുക്കത്തെ ഭാഗം കട്ട് ചെയ്തതാണ് ഞാൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒട്ടിച്ചെടുക്കാം. ഇതും ഫ്രണ്ട് വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം അടി വെച്ചുകൊണ്ട് ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തു, ആ സംഭവങ്ങളെല്ലാം കൂടെ ഒട്ടിച്ചെടുത്തു. 2 പീസ് തെർമോക്കോളാണ്, അതായത് ഇതിൻ്റെ നീളം 15 സെൻറ്റിമീറ്റർ ഇവിടെ ഇരിക്കാൻ വേണ്ടി. ഇതിൻ്റെ നീളം 15 സെൻറ്റിമീറ്ററും ഈ വീതി എന്ന് പറയുന്നത് 7.5 സെൻറ്റിമീറ്റർ. നീളം 15 സെൻറ്റിമീറ്ററും വീതി 7.5 സെൻറ്റിമീറ്റർ. അതായത് നമ്മൾ ഈ ഭാഗം ഇങ്ങനെ എടുത്ത് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കണ്ണി വയ്ക്കുമ്പോഴത്തേക്ക് ഇത് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഈ 2 പാർട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഈ കട്ട് ചെയ്ത 2 ഭാഗവും ഇവിടെ 2 ഭാഗത്തായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഇത്ര അറ്റത്ത് കയറ്റി ഒട്ടിക്കാഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ കംഫർട്ടബിളായിട്ടിരിക്കുന്ന ഈ ഡിസ്റ്റൻസ് ഇരിക്കുമ്പോഴാണ്. അപ്പോൾ അവരവരുടെ കംഫർട്ടബിൾ അനുസരിച്ച് ഒട്ടിക്കണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ചാൽ നെറ്റിയിലും കൂടെ ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഈ ഇടയ്ക്ക് ഒരു പീസ് തെർമോക്കോൾ കൂടെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഡിസ്റ്റൻസ് ഒന്ന് അളക്കണം. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്കൊരു 13.5 മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറക്റ്റ് ഫിക്സ് ആയിട്ട് 13.5 സെൻറ്റിമീറ്റർ ഇതിൽ നിന്ന് വെച്ചിരിക്കണം. 13.5 സെൻറ്റിമീറ്റർ 13 എടുത്ത് മാർക്ക് കൊടുത്ത് പിന്നെ ഇവിടെ നിന്നൊരു 3 സെൻറ്റിമീറ്റർ ഇരുന്നോട്ട് കുഴപ്പമില്ല. 3 സെൻറ്റിമീറ്റർ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസിനെ നമുക്കിതാ ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെയായിട്ട് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഒട്ടിച്ച് ഈ 2 ഭാഗം ഒട്ടിച്ച് പിന്നെ ഇതിങ്ങനെ കറക്റ്റ് കയറ്റി വയ്ക്കുക. അപ്പോൾ ഇത് രണ്ട് സൈഡ് ഫിക്സ് ആയിട്ടിരിക്കാനുള്ള, ഇത് നെറ്റിയുടെ ഭാഗത്ത് ഫിക്സ് ആയിട്ടിരിക്കാനുള്ള. ഇവിടെ നമ്മൾ ലെൻസ് ഫിറ്റ് ചെയ്യും, ഇവിടെ ഫ്രണ്ടിൽ ഫോൺ വയ്ക്കും. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെ ആവും. ഇനി നമുക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഈ എക്സ്ട്രാ കിടക്കുന്ന പാർട്ടെല്ലാം വെട്ടിക്കളഞ്ഞ് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുണ്ടാക്കിയ സാധനം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വയ്ക്കാൻ പോണ ഫോൺ ഇവിടെ വെച്ചിട്ട് ആ ഫോണിൻ്റെ ഷേപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. ഫോണിൻ്റെ ഷേപ്പ് ഇതിൽ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഫോൺ വെച്ചിട്ട് ആ ഷേപ്പ് വരച്ചെടുത്തേക്ക്. ഇനി ഇവിടെ ഇതൊരു 1 സെൻറ്റിമീറ്റർ ഉണ്ട്. 1 സെൻറ്റിമീറ്റർ ഇവിടെയും, ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 1 സെൻറ്റിമീറ്റർ, ആ രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത് വെട്ടിയെടുത്തിട്ട് ഇത്രയും ഭാഗം വെട്ടിയെടുത്ത് മാറ്റി. ഇത്രയും ഭാഗം നമുക്ക് വേണ്ട, അത് വെട്ടിക്കളയണം. നമുക്ക് ഈ ഒരു
ഈ ഒരു സ്ട്രക്ചർ മാത്രം മതി. ഈ ഒരു സ്ട്രക്ചർ ഇപ്പോൾ നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഷേപ്പാണിത്. ഇനി നമുക്ക് ചെയ്യാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വെട്ടിയെടുത്ത ഈ പീസില്ലേ, ആ പീസ് ഇവിടെ വച്ചിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചാൽ മതി. ആ പീസ് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ആ ഷേപ്പ് ഇതിനകത്തൊന്ന് വരച്ചെടുത്ത് വെട്ടിയെടുക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം ഈ പീസ് ഇതിനകത്ത് ഒട്ടിച്ച് വയ്ക്കും. ഇങ്ങനെ ഇതേപോലെ ഒട്ടിച്ച് വയ്ക്കും. അതായത് നമുക്ക് ഈ ഫോൺ ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റി വയ്ക്കാൻ വേണ്ടി, നമ്മളെ ഫോണിൻ്റെ സൈസാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തതിനു ശേഷം ഈ ഫോൺ അതിൻ്റെ ഇടയ്ക്കൂടെ കയറ്റി വയ്ക്കാൻ വേണ്ടിയാണ് ഈ ഗ്യാപ്പ് ഉണ്ടാക്കിയെടുത്തത്. ഇപ്പം തിക്നെസ് ഈ 1.5 സെൻറ്റിമീറ്ററിനേക്കാളും കൂടുതൽ 3 സെൻറ്റിമീറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ചെയ്യാം, ഒരെണ്ണത്തിൽ തന്നെ ചെയ്യാം. പാതി കട്ട് ചെയ്തിട്ട് പാതി ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് തിക്നെസ് കുറവായതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്തു. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ പാർട്ട് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ചേക്കണം. ഇതിങ്ങനെ തിരിച്ച് ഒട്ടിച്ചേക്കണം. ഓക്കെ, ഇങ്ങനെ തിരിച്ച് ഒട്ടിച്ചേക്കണം. ഓക്കെ, ഇത് നമ്മളിവിടെ കറക്റ്റായിട്ട് ഒട്ടിച്ചേക്കണം. നമുക്ക് ഇതുവരെ കിട്ടിയ ഷേപ്പ് ഇതാണ്. ഇതുവരെ ചെയ്ത സംഭവങ്ങൾ. ഇനി ഇവിടെ 2 ലെൻസ് വയ്ക്കണം. ഈ ഗ്യാപ്പിൽ ഫോൺ കയറ്റി വയ്ക്കാനുള്ള ഗ്യാപ്പാണിത്. പിന്നെ അത് നല്ലോണം ഉറച്ചിരിക്കാൻ വേണ്ടിയാണ് ടേപ്പ് കുറ്റിയിരിക്കുന്നത്. ഇവിടെ ടേപ്പ് കുറ്റി, അതിന് ക്രോസ് ആയിട്ടും കൂടെ ടേപ്പ് ചുറ്റി. പിന്നെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്ത്. അതായത് നമ്മളിവിടെ ഫോൺ കയറ്റി വെച്ചിട്ട് ഫോണിൻ്റെ ഹെഡ്സെറ്റ് കുത്തുന്ന ഭാഗമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഹെഡ്സെറ്റ് കുത്തി അതും കൂടെ ഹെഡ്സെറ്റ് വെക്കാൻ വേണ്ടിയാണ് ഇവിടെ ഹോൾ ഇട്ടേക്കുന്നത്. പിന്നെ ഇതിന് കുറച്ചുകൂടെ സ്ട്രെങ്ത് വരാൻ വേണ്ടി 1 2 3 4 മൊട്ടിപ്പയും കുത്തിച്ചിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ചെയ്ത സംഭവത്തിനെ നമ്മളെ ബ്ലാക്ക് വാട്ടർ കളർ വെച്ച് എല്ലാം ഒന്ന് അടിച്ചെടുക്കാൻ പോയി. അപ്പോൾ ഇച്ചിരി കൂടെ വൃത്തിയാണ് കാണാൻ ബ്ലാക്ക് കളർ വെച്ച്. അയ്യോ, രാത്രി കണ്ട പൊളിക്കും കേട്ടത് ഉറപ്പാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. ഇനി പറ, ഇനി കമന്റ്സ് പറ.
നമസ്കാരം, ടെക്കോളി രാമനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ സംഭവം എന്ന് വെച്ചാൽ VR ഗ്ലാസ്, വിർച്വൽ റിയാലിറ്റി ഗ്ലാസ്. അപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോണ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉദ്ദേശിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അപ്പോൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും സൈനിങ് ഓഫ്, രാംജിത്ത്.